ഒരു മാസമായി നീണ്ടു നിൽക്കുന്ന പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ഇറാനെ പൂർണ്ണമായും കീഴ്പ്പെടുത്താൻ അമേരിക്കൻ സൈന്യത്തിന് സാധിക്കാത്തത് വലിയ ചർച്ചകൾക്ക് വഴിവെക്കുകയാണ്. കാരണം കഴിഞ്ഞ 20 വർഷമായി തന്നെ അമേരിക്ക തങ്ങളുടെ സൈനിക ബലം പ്രകടമാക്കാത്ത ഒരിടം പോലും ഉണ്ടായിട്ടില്ല. ഏതൊരു ആക്രമണത്തെ പോലും നിഷ്പ്രയാസം തകർക്കാൻ ശേഷിയുള്ള സൈനിക സന്നാഹമാണ് അമേരിക്കയുടെ ഭാഗത്തുള്ളത്. എന്നാൽ ഈ 20 വർഷത്തിനിടയിൽ ആദ്യമായി തന്നെ അമേരിക്ക ആകട്ടെ കാലിടറി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. യുദ്ധം തുടങ്ങി ഒരു മാസം പിന്നിടുമ്പോൾ 3 തവണയാണ് ഇറാൻ യുഎസിന്റെ യുദ്ധവിമാനങ്ങളെ ആക്രമിക്കുന്നത്. അതിലേറ്റവും കരുത്തരായി തന്നെ കണക്കാക്കുന്ന അല്ലെങ്കിൽ ശക്തമായി തന്നെ കണക്കാക്കുന്ന F-15, F-35 യുദ്ധവിമാനങ്ങൾ ഇറാൻ തകർത്ത് തരിപ്പണമാക്കി എന്ന തരത്തിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നു. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ പുറത്തു വരുന്ന ചില വാർത്തകൾ US F-15E സ്ട്രൈക്ക് ഈഗിൾ ഇറാൻ തകർത്ത് തരിപ്പണമാക്കി എന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിലുണ്ടായിരുന്ന പൈലറ്റിനെ അടക്കം കാണാതായതായും വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. ഇതോടെയാണ് ഇപ്പോൾ യുഎസിന് ഉൾപ്പെടെ തന്നെ നാണക്കേടുണ്ടാക്കുന്ന തരത്തിലേക്ക് ഈ വാർത്ത പുറത്തേക്ക് വരുന്നത്. ഇതോടുകൂടി തന്നെ ഇറാൻ ആകട്ടെ 2 സൈനിക വിമാനങ്ങൾ വെടിവെച്ചിട്ടത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒരു അത്യപൂർവമായ ഒരു തിരിച്ചടിയായി മാറുകയാണ്. അതായത് മുൻപേ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ 20 വർഷത്തിനിടെ തന്നെ ഇത്തരം ഒരു സംഭവം ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് വിദഗ്ധരടക്കം ചൂണ്ടിക്കാണിക്കുന്നത്. ഇറാന്റെ സൈനിക ശേഷി പൂർണ്ണമായും തകർക്കപ്പെട്ടു എന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദങ്ങൾക്കിടയിലാണ് ഇത്തരം ഒരു തിരിച്ചടി ലഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇറാൻ വെടിവെച്ചിട്ട US F-15E സ്ട്രൈക്ക് ഈഗിൾ വിമാനത്തിലുണ്ടായിരുന്ന ഒരു സൈനികരെ രക്ഷപ്പെടുത്തിയതായും രണ്ടാമത്തെ ആൾക്കായി തന്നെ തിരച്ചിൽ തുടരുന്നതിനായും അവിടെ US റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇതുകൂടാതെ തന്നെ ഒരു A-10 യുദ്ധവിമാനവും തകർന്നതായി തന്നെ ഇറാൻ മാധ്യമങ്ങൾ അവകാശപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇതിനു മുൻപ് അമേരിക്കൻ യുദ്ധവിമാനം പോരാട്ടത്തിന്റെ തന്നെ വെടിവെച്ചിടുന്നത് 2003 ഇറാഖ് അധിനിവേശത്തിനിടയിലായിരുന്നു. അന്ന് A-10 തണ്ടർ ബോൾട്ട് വിമാനമാണ് തകർക്കപ്പെട്ടതെന്നും മുൻ പൈലറ്റും വിരമിച്ച ബ്രിഗേഡിയർ ജനറലുമായ ഹൂസ്റ്റൺ മാധ്യമങ്ങളോട് വ്യക്തമാക്കുകയും ചെയ്ത കാര്യമാണ്. തോളിൽ വെച്ച് തൊടുക്കാവുന്ന അല്ലെങ്കിൽ തൊടുത്തുവിടാവുന്ന മിസൈൽ ഉപയോഗിച്ചായിരുന്നു ഇറാൻ US വിമാനത്തെ തകർത്തതെന്നതായിരുന്നു വിദഗ്ധർ സൂചിപ്പിച്ചത്. ഇറാൻ യുദ്ധത്തിൽ ഇതുവരെ 13,000-ലധികം ദൗത്യങ്ങൾ അമേരിക്കൻ സേന പൂർത്തിയാക്കിയെന്നും 12,300-ലധികം ലക്ഷ്യങ്ങൾ തകർക്കപ്പെട്ടു എന്നതാണ് US സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കുന്നത്. എന്നാൽ ഈ ഒരു മാസത്തിലേറെ നീണ്ടുനിന്ന ശക്തമായ വ്യോമാക്രമണങ്ങൾക്കും ഇറാന്റെ സൈന്യത്തെ പൂർണ്ണമായും ഇവർക്ക് കീഴ്പ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് വാസ്തവം. 2003 ഏപ്രിൽ 8 ബാഗ്ദാദിൽ US വിമാനം തകർന്നപ്പോൾ പൈലറ്റിന് പരിക്കേൽക്കാതെ തന്നെ രക്ഷപ്പെടുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇറാൻ പോലെ അവിടെ ഉയർന്ന വെല്ലുവിളികളിലും അല്ലെങ്കിൽ വെല്ലുവിളിയുള്ള മേഖലകളിൽ മിസൈലുകളെ പ്രതിരോധിക്കാൻ പൈലറ്റുമാർ അതീവ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് എന്നതായിരുന്നു വ്യക്തമാക്കിയത്. അമേരിക്കയ്ക്ക് ആദ്യമായി അല്ല ഇറാനിൽ വെച്ച് വിമാനം നഷ്ടമാകുന്നത്. 1980-ലാകട്ടെ ടെഹ്റാനിലെ US എംബസിയിൽ ഉണ്ടായിരുന്ന അമേരിക്കൻ ബന്ദികളെ രക്ഷിക്കാനുള്ള ദൗത്യത്തിനിടെ ഒരു സൈനിക ഹെലികോപ്റ്ററും വിമാനവും അവിടെ പൊട്ടിത്തെറിച്ച സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കടുത്ത രീതിയിലുള്ള പൊടിക്കാറ്റും അതുപോലെ അവിടെ ഉണ്ടായിരുന്ന യന്ത്ര തകരാറ് ഉൾപ്പെടെയുള്ള തടസ്സങ്ങളെ തുടർന്നുകൊണ്ട് അന്ന് ആ ദൗത്യം ഉപേക്ഷിക്കേണ്ടി വന്നു. വിമാനങ്ങൾക്ക് തിരികെ പറന്നുയരുന്നതിനിടെ തന്നെ ഹെലികോപ്റ്റർ ആകട്ടെ അവിടെ ഒരു വിമാനത്തിൽ ഇടിച്ചുകൊണ്ട് പൊട്ടിത്തെറിക്കുന്നതായുള്ള വിവരങ്ങൾ ഈ ഒരു അപകടത്തിൽ തന്നെ 8 പേർ കൊല്ലപ്പെട്ടതായി തന്നെ സൂചിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.